വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തു വരുന്ന JEE മെയിൻ മാത്തമാറ്റിക്സ് പേപ്പറിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ഇന്റഗ്രേഷന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രേഷന്റെ ഒരു പവർഫുൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പവർഫുൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ പവർഫുൾ മൈൻഡ്സ്. അപ്പൊ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ 0 to 2 മോഡുലസ് x - 1 മൈനസ് എക്സ് dx. അപ്പോ മോഡുലസിന്റെ പ്രോപ്പർട്ടി വൃത്തിയായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. അപ്പൊ ആദ്യത്തെ മോഡുലസിനകത്തുള്ളത് ആരാണ്? മോഡുലസ് ഓഫ് x - 1. ഓക്കെ, അപ്പൊ മോഡുലസ് ഓഫ് x - 1ന്റെ വാല്യൂ x - 1 തന്നെയാണ് എപ്പോ x - 1 ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോ. അപ്പോ x ഗ്രേറ്റർ ദാൻ 1 x ഗ്രേറ്റർ ദാൻ 1 എന്ന കേസിൽ ഇതിന്റെ വാല്യൂ x - 1 തന്നെയാണ്. ഓക്കെ, 0 ആണ് എപ്പോ x ഈക്വൽ ടു 1 1 മൈനസ് x ആണ് എപ്പോ x ലെസ് ദാൻ 1 ശരി, ഇനി നമുക്ക് മോഡുലസ് ഓഫ് x - 1 മൈനസ് എക്സിന്റെ വാല്യൂ നോക്കാം. ഇതെന്ത് വരും? x ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസ് എടുക്കാം. അപ്പൊ മോഡ് x - 1ന്റെ വാല്യൂ എന്താണ്? x - 1 തന്നെയാണ്. x - 1 മൈനസ് എക്സ്, ഇതിനെ നമുക്ക് മോഡ് x - 1നെ x - 1 തന്നെ എടുക്കാം മൈനസ് എക്സ്. ഇതെന്ത് വരും? 1 എന്ന് വരും എപ്പോ x ഗ്രേറ്റർ ദാൻ 1. ശരി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് x ഈക്വൽ ടു 1 x ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? x - 1 0 ആവും. ഇത് x തന്നെ ആവും x ഈക്വൽ ടു 1. അത് ഇത് തന്നെയാണ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് അവിടെ ഇട്ടാൽ മതി. ഇനി കറക്റ്റ് ആണല്ലേ? ഓക്കെ, ഇനി അടുത്ത കേസ് x - 1 മൈനസ് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം. അടുത്ത കേസ് എന്താണ്? x ലെസ് ദാൻ 1 ആണ്. x ലെസ് ദാൻ 1ല് നമ്മുടെ x - 1 എന്താണ്? 1 മൈനസ് എക്സ് ആണ്. 1 മൈനസ് എക്സ് മൈനസ് ഇതായി. ഇത് ഏതാണ് കേസ്? x ലെസ് ദാൻ 1 എന്നുള്ള കേസാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്തായി? മോഡ് x - 1 1 മൈനസ് എക്സ് ആയി. വെളിയിൽ ഒരു മോഡുലസ് ഉണ്ട്. ഇത് 1 മൈനസ് 2xന്റെ മോഡായി. ഇത് ഇനി മറ്റൊരു കളിയാണ്. 1 മൈനസ് 2xന്റെ വാല്യൂ 1 മൈനസ് 2x തന്നെയാണ് എപ്പോ 1 മൈനസ് 2x ഗ്രേറ്റർ ദാൻ 0. അതായത് 2x ലെസ് ദാൻ 1, x ലെസ് ദാൻ 1/2. x ലെസ് ദാൻ 1/2ൽ 1 മൈനസ് 2x കിട്ടും. 0 കിട്ടും എപ്പോ x ഈക്വൽ ടു 1/2ല്. 2x മൈനസ് 1 കിട്ടും എപ്പോ x ഗ്രേറ്റർ ദാൻ 1/2ല്. അപ്പൊ നമ്മള് 0 to 2 എന്നുള്ളതിനെ കുറച്ചധികം പാർട്ടുകളാക്കി മാറ്റി. ഏതൊക്കെ പാർട്ടുകളാക്കി മാറ്റി? 0 to 1/2 ഒരു പാർട്ടുണ്ട്, 0 to 1/2 to 1 ഒരു പാർട്ടുണ്ട്, 1 to 2 അടുത്ത പാർട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് എഴുതാം. ഇന്റഗ്രൽ 0 to 1/2ൽ, അതായത് x ലെസ് ദാൻ 1/2ൽ ഇവന്റെ വാല്യൂ എത്രയാ? 1 മൈനസ് 2x പ്ലസ് 1/2 മുതൽ 1 വരെയോ x ഗ്രേറ്റർ ദാൻ 1/2ൽ ഇവന്റെ വാല്യൂ 2x മൈനസ് 1. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? ഇവിടെ x ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷൻ ഇട്ട ശേഷമാണ് നമ്മൾ ഈ ഒരു 3 കണ്ടീഷനിലേക്ക് വന്നത്. അതുകൊണ്ട് ഇത് 1/2 മുതൽ 1 വരെയുള്ള ടേംസിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ 1 വരെ ആയി. ഇനി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താ കണ്ടീഷൻ? x - 1. x - 1 ഇതിനാണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 ആണ് കണ്ടീഷൻ. ഇന്റഗ്രൽ 1 dx എപ്പോ 1 to 2ല്. ഇതങ്ങ് സോൾവ് ചെയ്താൽ പോരെ. ഇനി എന്ത് വരും? ഇത് ഇവിടെ dx ഇടാൻ മറക്കരുത്, dx ഉണ്ട്. അപ്പൊ x മൈനസ് 2 into x²/2, x മൈനസ് x², 1/2 to 1 പ്ലസ് ഇവിടെ x² മൈനസ് x 1 to 1. ഓക്കെ, സോറി, ഇത് 0 to 1/2 ആയിരുന്നു. 0 to 1/2, ഇവിടെ 1/2 to 1, ഇവിടെ x 1 to 2. എന്ത് വരും ഇവിടെ? x മൈനസ് x², 1/2 ഇട്ടാല്
1/2 മൈനസ് 1/4 മൈനസ് 0 പ്ലസ് ഇവിടെ എന്ത് വരും 1 മൈനസ് 1/2 1 മൈനസ് 1 അത് 0 പിന്നെ ഒരു മൈനസ് ഉണ്ട് 1/4 മൈനസ് 1/2 ഓക്കെ പ്ലസ് 1 അപ്പൊ ഇതെന്ത് വരും 1/2 മൈനസ് 1/4 എന്ന് പറഞ്ഞാൽ 1/4 തന്നെയാണ് ഇവിടെ മൈനസ് 1/4 മൈനസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1 അപ്പൊ 1/4 1/4 1/2 പ്ലസ് 1 1.5 എന്ന് കിട്ടും ഫൈനലി. അപ്പോ മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ അകത്തുള്ള മോഡുലസ് മോഡ് x മൈനസ് 1 പിരിച്ചെഴുതി x മൈനസ് 1 when x greater than 1, 0 when x equal to 1, 1 minus x when x less than 1. ഇനി അടുത്ത സാധനം ഈ സാധനത്തിന്റെ വാല്യൂ എടുത്ത് ഇവിടെ ഇടുകയും മൈനസ് മോഡ് എക്സ് മൈനസ് എക്സ് ഇട്ട് മോഡ് ഇടുകയും ചെയ്തു. അതിന്റെ വാല്യൂ 1 ആണ് എപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ശരി. ഇനി എക്സ് ലെസ് ദാൻ 1 കണ്ടീഷൻ നമ്മൾ നോക്കി. അപ്പൊ എന്ത് കിട്ടി 1 മൈനസ് 2x എന്ന് കിട്ടി മോഡിനകത്ത്. അതിന്റെ വാല്യൂ 1 മൈനസ് 2x തന്നെയാണ് എപ്പോ എക്സ് ലെസ് ദാൻ 1/2 ദാ ഇവിടെ നമ്മൾ അത് ചെക്ക് ചെയ്തു. ഓക്കെ എന്നിട്ട് 0 ആണ് എപ്പോ എക്സ് ഈക്വൽ ടു 1/2 2x മൈനസ് 1 ആണ് എപ്പോ എക്സ് ഗ്രേറ്റർ ദാൻ 1/2 അങ്ങനെ നമ്മൾ കണ്ടീഷൻസ് നമ്മുടെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇന്റഗ്രലിന്റെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെ മതി 0 മുതൽ 2 വരെ മതി. അപ്പൊ 0 മുതൽ ഹാഫ് വരെ ഒരു പാർട്ട്, ഹാഫ് മുതൽ 1 വരെ അടുത്ത പാർട്ട്, 1 മുതൽ 2 വരെ അടുത്ത പാർട്ട്, അങ്ങനെ സോൾവ് ചെയ്ത് ഫൈനലി 1.5 എന്ന് കിട്ടി. അതാണ് ആ ചോദ്യം. അടുത്തത് നമുക്കൊരു വെക്ടേഴ്സിന്റെ പ്രോബ്ലം ചെയ്യാം. ആദ്യത്തെ ആ പവർഫുൾ ചോദ്യത്തിന് ശേഷം നമ്മൾ അടുത്ത ഒരു പവർഫുൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇത് സിമ്പിൾ ഒരു ചോദ്യമാണ്. ചോദ്യം ഇവിടെ കാണിക്കുന്നുണ്ടോ? അപ്പോ എ ബി ആൻഡ് സി ആർ യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സിന്റെ സവിശേഷത എന്താണ്? മോഡുലസ് ഓഫ് എ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് സി ഈക്വൽ ടു 1 ആണ്. എന്നിട്ട് എ മൈനസ് ബി അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ പ്ലസ് എ മൈനസ് സി അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ ഈക്വൽ ടു 8. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ ബാർ പ്ലസ് 2 ബി ബാറിന്റെ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് എ ബാർ പ്ലസ് 2 സി ബാറിന്റെ സ്ക്വയർ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എ മൈനസ് ബിന്റെ മോഡുലസിന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റയാണ്. ഓക്കെ വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. അപ്പോ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്ന് വരും. ശരി അതാണ് എ മൈനസ് ബി സ്ക്വയർ. അതേപോലെ അതേ പ്ലസ് എ മൈനസ് സി സ്ക്വയർ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac കോസ് 5 എന്നിടാം. എ സി തമ്മിലുള്ള ആംഗിൾ ഇത് കൂട്ടുമ്പോ 8 വരും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം എയുടെ സ്ക്വയറും എ സ്ക്വയറും ബി സ്ക്വയറും സി സ്ക്വയറും ഒക്കെ 1 കിട്ടും. അപ്പൊ ഇത് എത്ര വരും? 4 എന്ന് വരും. 4 മൈനസ് 2 കോസ് തീറ്റ മൈനസ് 2 കോസ് 5 ഈക്വൽ ടു 8. അപ്പൊ 2 കോസ് തീറ്റ മൈനസ് 2 കോസ് 5 യുടെ വാല്യൂ മൈനസ് 4 എന്ന് കിട്ടണം അല്ലേ? അതായത് 2 കോസ് തീറ്റ പ്ലസ് 2 കോസ് 5 ഈക്വൽ ടു മൈനസ് 4. അതായത് കോസ് തീറ്റ പ്ലസ് കോസ് 5 എന്ത് കിട്ടണം? മൈനസ് 2 എന്ന് കിട്ടണം. നമുക്ക് ഇവിടെ തീറ്റ ആയിരുന്നു അല്ലെ? നമുക്ക് തീറ്റ ഈക്വൽ ടു 5 എന്നങ്ങ് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെയും 5ന്റെയും വാല്യൂ എത്ര വരണം? -1. കോസ് തീറ്റ -1ഉം കോസ് 5ഉം -1 വന്നാലേ ഇങ്ങനെ സംഭവിക്കൂ. അത് നമുക്ക് പൈ എന്നും കൊടുക്കാം. കാരണം കോസ് പൈ ആണല്ലോ -1. ശരി അപ്പൊ നമ്മളിപ്പോ തീറ്റ ഈക്വൽ ടു 5 ഈക്വൽ ടു പൈ എന്ന് എഴുതി. ഇനി നമുക്ക് ഈ ടേമിന്റെ വാല്യൂ നോക്കാം. സിമ്പിൾ ആയി. ഇപ്പോ എന്തായി ഇതിന്റെ വാല്യൂ? എ സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ പ്ലസ് 4ab കോസ് 5 കോസ് തീറ്റ സോറി എ ബി തമ്മിൽ തീറ്റയാണ് തീറ്റ പ്ലസ് എ സ്ക്വയർ പ്ലസ് 4c സ്ക്വയർ പ്ലസ് 4ac കോസ് 5. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എത്ര ആയത്? എ സ്ക്വയർ പ്ലസ് 4b സ്ക്വയറിന്റെ വാല്യൂ 5 പ്ലസ് ഈ 5 10 മൈനസ് കോസ് 5 കോസ് തീറ്റയുടെ കോസ് 5യുടെ വാല്യൂ -1 ആണ്. -4 -4 അതായത് 10 - 8
ഫൈനൽ ആൻസർ 2 എന്ന് കിട്ടി. നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ലേശം ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോ അടുത്തത് ഈ സെഷനിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ചോദ്യം ഞാൻ വായിക്കാം. ദ നമ്പർ ഓഫ് ഇന്റഗ്രൽ വാല്യൂസ് ഓഫ് കെ ഫോർ വിച്ച് ദ ലൈൻ 3x plus 4y equal to k. ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? 3x plus 4y equal to k. Intersects the circle x square plus y square. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? minus 2x minus 4y പിന്നെന്താണ്? plus 4 equal to 0. ഈ പറയുന്ന സർക്കിളിനെ ഈ ലൈൻ 2 പോയിന്റിൽ ടച്ച് ചെയ്യണം. അതായത് ടാൻജന്റ് ആയിരിക്കരുത്, ടാൻജൻസിന്റെ ഇടയിൽ. ഓക്കെ, അപ്പോ അതിനുള്ള കെയുടെ വാല്യൂസ്, ഇന്റഗ്രൽ വാല്യൂസ്, നമ്പർ ഓഫ് ഇന്റഗ്രൽ വാല്യൂസ് ആണ് ചോദ്യം. ശരി, നമുക്ക് ഈ സർക്കിളിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സാധാ ഫോർമാറ്റിലാക്കാം. എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് 2x ഉണ്ട്. എന്തെന്ന് എഴുതാം? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. y സ്ക്വയർ ഉണ്ട്, മൈനസ് 4y ഉണ്ട്. എന്തെന്ന് എഴുതാം? y മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇപ്പൊ എക്സ്ട്രാ എത്ര വന്ന്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 5 എക്സ്ട്രാ വന്ന്. അതുകൊണ്ട് മൈനസ് 5 ഇട്ട് അതിനെ അങ്ങ് ഒഴിവാക്കാം. ബാക്കി എത്ര ഉള്ള? പ്ലസ് 4ഉം കൂടെ എഴുതണം, ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? മൈനസ് 5ഉം പ്ലസ് 4ഉം കൂടെ ഇവിടെ മൈനസ് 1 വരും, ഈക്വൽ ടു 0. ആ 1നെ അതിന് അപ്പുറത്ത് കൊണ്ട് കളയാം. അപ്പോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ശരിക്കും എന്താ? ശരിക്കും സർക്കിൾ വിത്ത് സെന്റർ 1, 2 ആൻഡ് റേഡിയസ് ഈക്വൽ ടു 1 അല്ലേ? ഓക്കെ, റേഡിയസ് അഥവാ a ഈക്വൽ ടു 1. അപ്പൊ ടാൻജന്റിന്റെ കണ്ടീഷൻ എന്താണ് സർക്കിൾസിലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. അറിയാത്തവര് ഞാൻ എഴുതാം. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. സി എന്ന് പറയുന്നത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഈ ലൈനിനെ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോർമാറ്റിൽ ഒന്ന് ആക്കിക്കേ. എന്ത് വരും? 4y ഈക്വൽ ടു മൈനസ് 3x പ്ലസ് കെ, y ഈക്വൽ ടു മൈനസ് 3/4x പ്ലസ് കെ ബൈ 4 എന്ന് കിട്ടും. അപ്പൊ y ഈക്വൽ ടു m ഈക്വൽ ടു മൈനസ് 3/4 ആണ് ഇവിടെ, c ഈക്വൽ ടു k ബൈ 4 ആണ് ഇവിടെ. അപ്പൊ c കിട്ടി. a എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ശരി, അപ്പൊ ഇതിനകത്തേക്ക് നമ്മുടെ വാല്യൂസ് ഒക്കെ ഒന്ന് ഇൻപുട്ട് ചെയ്യാം. സി സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു എ സ്ക്വയർ 1 തന്നെയാണ്, ഭാഗ്യം. 1 പ്ലസ് എം സ്ക്വയർ എത്രയാണ്? മൈനസ് 3/4ന്റെ സ്ക്വയർ, അതായത് 9/16. അപ്പൊ കെ സ്ക്വയർ എന്ത് കിട്ടും? കെ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് കിട്ടും. കെയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 5 എന്ന് കിട്ടും. ഇത് ടാൻജന്റിന്റെ കണ്ടീഷൻ ആണ്. ടാൻജന്റ് ആവണമെങ്കിൽ കെ പ്ലസ് ഓർ മൈനസ് 5 ആവണം. അതായത് നമ്മുടെ സർക്കിളിന്റെ മുകളിലത്തെ പോയിന്റിലോ താഴത്തെ പോയിന്റിലോ ആവണമെങ്കിൽ ഇവിടെ കെ ഈക്വൽ ടു 5ഉം ഇവിടെ കെ ഈക്വൽ ടു മൈനസ് 5ഉം, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ വരണം. അപ്പൊ ഇതിനിടയിലുള്ള കെയുടെ വാല്യൂസിനെല്ലാം തന്നെ കെ എന്ത് ചെയ്യും? സർക്കിളിൽ 2 തവണ ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂസ് ഉണ്ട്? -4 to +4 അല്ലേ? ഇതിനിടയിൽ എത്ര വാല്യൂസ് ഉണ്ട്? -4, -3, -2, -1. നെഗറ്റീവ് നമ്പേഴ്സ് 4 എണ്ണം, പോസിറ്റീവ് നമ്പേഴ്സ് 4 എണ്ണം, പിന്നെ ഒരു 0. അപ്പൊ എത്ര ആയി? 4 + 4 8 + 1 9 ഇന്റഗ്രൽ വാല്യൂസ് ഉണ്ട് നമ്മുടെ കെ സാറിന്. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് 2020 JEE മെയിൻ പേപ്പറിൽ നിന്നും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരും. അപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട, പവർഫുൾ ക്വസ്റ്റ്യൻസ് ആർ സോൾവ്ഡ് ബൈ പവർഫുൾ മൈൻഡ്സ്. മൈൻഡിനെ പവർഫുൾ ആക്കുക, നമ്മളും പവർഫുൾ ആവുക. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.